ബോസിനകത്ത് ഇപ്പൊ ലൈവില് ബിഗ് ബോസ് അവാർഡ് നൈറ്റ് നടക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് 16 അവാർഡുകൾ കൊടുക്കാൻ പോകുന്നു. 16 തലക്കെട്ടുകൾ അവർക്ക് കൊടുത്തിട്ട് അവര് തന്നെ അവരുടെ കയ്യിലുള്ള നിലവിലുള്ള ആൾക്കാരിൽ നിന്ന് 16 പേരെ തിരഞ്ഞെടുക്കണം. അപ്പൊ അത് നടത്താൻ വേണ്ടി എല്ലാവരും അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇവർക്ക് കിട്ടാൻ പോകുന്ന തലക്കെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആരായിരിക്കും എന്നുള്ളൊരു തലക്കെട്ടുണ്ട് ഒന്നാമത്. പിന്നെ അടുത്തത് ആരും പുറത്തിറങ്ങിയ ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തിക്ക് ആരായിരിക്കും എന്ന് എഴുതണം. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് എഴുതണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഫറുകൾ കിട്ടാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് എഴുതണം. അതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചൂലുമായിട്ട് എതിരേക്കാൻ നിൽക്കുന്ന വ്യക്തി ആരാണെന്നുള്ള അവാർഡ് കൊടുക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഏറ്റവും നല്ല പ്രപ്പോസലുകൾ ലഭിക്കുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ളതുണ്ട്. അടുത്തത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ളതുണ്ട്. പിന്നെ പുറത്തിറങ്ങിയാല് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് പറയണമെന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയാൽ ലോൺ കിട്ടാൻ സാധ്യത ഇല്ലാത്ത വ്യക്തി ആരാണെന്നുള്ളതുണ്ട്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാര് എന്തുവാ തല്ലിക്കൊല്ലാന് അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് എഴുതണം. പിന്നെ ആരാധകര് മൂടുന്ന വ്യക്തി ആരാണെന്ന് എഴുതണം. ആരാധകരില്ലാത്ത വ്യക്തിയാണെന്ന്. അങ്ങനെ ടോട്ടൽ ഒരു 16 അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 പേരെ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ട്. അവാർഡ് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. എല്ലാവരും അടിപൊളി ഗെറ്റായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. ഇപ്പൊ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും നമുക്കത് കാണാൻ പറ്റുകയും ചെയ്യും.